പ്രസ്ഥാനം കാണിച്ച നീതികേടിനെതിരെ കടുത്ത ആഘാതം വരുത്തുമെന്ന് പി.കെ. ശശി. ഒറ്റപ്പാലം മണ്ഡലം ആരുടെയും കുത്തകയല്ല. ശ്രീകൃഷ്ണപുരത്ത് നടന്ന UDF ഒറ്റപ്പാലം മണ്ഡലം പ്രവർത്തക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പി.കെ. ശശി. ജനങ്ങളാണ് ശരി, ജനങ്ങളാണ് തീരുമാനിക്കുക. ആ ജനങ്ങളുടെ വിധിയാണ് അവസാനത്തെ വിധി എന്ന് പറയുന്നത്. ആ ജനങ്ങൾ വിധിയെഴുതുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഒറ്റപ്പാലം അസംബ്ലി നിയോജക മണ്ഡലം നിങ്ങളുടെ ആവേശം കണ്ടിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. നിങ്ങളുടെ എല്ലാം ആവേശം കണ്ടിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ആ ആവേശത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, ഈ ഒറ്റപ്പാലം അസംബ്ലി നിയോജക മണ്ഡലം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കുത്തകയല്ല എന്ന് തെളിയിക്കാൻ സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് 5 കൊല്ലക്കാലം MLA ആയി പ്രവർത്തിച്ചത് അഴിമതിയുടെ കറയില്ലാതെയാണ്. ഞാൻ പൂർണ്ണമായും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയ വാക്ക് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നാണ്. 5 കൊല്ലക്കാലത്തേക്ക് നിങ്ങൾ എന്നെ നിയോഗിച്ചാൽ ആ 5 കൊല്ലം പൂർണ്ണമായും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പ് നിങ്ങൾക്ക് നൽകുകയാണ്. അതിനേക്കാൾ അപ്പുറമുള്ള ഒരു വാഗ്ദാനത്തിന് ഇപ്പോൾ പ്രസക്തിയില്ല, പി.കെ. ശശി പറഞ്ഞു. ഇവിടെ ഞാൻ പുറത്തു വരുന്നത് പരിപൂർണമായും നമ്മൾ ആലോചിച്ച് തീരുമാനിക്കുന്ന പദ്ധതികൾ, ആ പദ്ധതികൾ നല്ല രൂപത്തിൽ പൂർത്തീകരിക്കാൻ ഉള്ള കഴിവും പ്രാപ്തിയും ഉണ്ട് എന്ന നല്ല ആത്മവിശ്വാസത്തിന്റെ ബലത്തിലാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ. മാത്രമല്ല, ഒരു പാർട്ടിക്കകത്ത് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും ആപ്റ്റായ, ഏറ്റവും മനോഹരമായ, ഏറ്റവും സൗണ്ടായ ഒരു ജീവിത കാലഘട്ടമാകെ ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് ആ പ്രസ്ഥാനം കാണിച്ച നീതികേടിനെതിരായുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാം ഒരുമിക്കാൻ ഞങ്ങൾ എടുത്ത തീരുമാനം. പരമാവധി എന്തെല്ലാം ചെയ്തുകൊണ്ടാണെങ്കിലും ശരി, ആ പാർട്ടിക്ക് കടുത്ത ആഘാതം ഈ പാലക്കാട് ജില്ലയിൽ വരുത്തും എന്ന തീരുമാനത്തോടു കൂടിയാണ്. യോഗത്തിനു ശേഷം പി.കെ. ശശി വീട് കയറി വോട്ടഭ്യർത്ഥിച്ചു. എല്ലാ സഹായവും വേണം, സഹായ അനുഗ്രഹവും വേണം, പ്രാർത്ഥിക്കും വേണം. അനുഗ്രഹവും പ്രാർത്ഥനയും. എന്റെ പേരാണ് വരാൻ പോകുന്നത് എന്നറിഞ്ഞ മുതൽ ലീഗ് പ്രവർത്തകർ ആവേശത്തിലാണ്. പ്രചാരണം നേരത്തെ തുടങ്ങിയതിൽ കാര്യമില്ല, ജനങ്ങളാണ് ശരി, പി.കെ. ശശി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച നാൾ മുതൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ വളരെ വലിയ ആവേശത്തിലാണ് അവർ. അപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ തീരുമാനം വരുന്നത് വരെ അവർ വെയിറ്റ് ചെയ്തു. അതിനപ്പുറത്ത് യാതൊരു അസ്വാഭാവികമായിട്ട് യാതൊരു കാര്യമില്ല. എൻ്റെ പേരാണ് വരാൻ പോകുന്നത് എന്നറിഞ്ഞപ്പോൾ തന്നെ ലീഗിൻ്റെ പ്രവർത്തകർ വളരെ വളരെ ആവേശത്തോടു കൂടിയാണ് ഈ രംഗത്തേക്ക് വന്നത്, നമ്മളെ വരവേറ്റത്. കോൺഗ്രസിൻ്റെ ആളുകളുടെ സ്ഥിതിയും ഇപ്പോഴും അത് തന്നെയാണ്. ഇപ്പം തീരുമാനം പ്രഖ്യാപിക്കുന്നതോടുകൂടി ഈ മണ്ഡലത്തിൻ്റെ നിലവിലുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ പ്രചരണത്തിൽ അവർ മുമ്പിൽ പോയില്ലെന്നൊക്കെ ചോദിച്ചാൽ പ്രചരണം അവർ നേരത്തെ തുടങ്ങി. എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത് ഇന്നാണ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീടാണ് സ്വാഭാവികമായിട്ട് എൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. ഈ ദിവസങ്ങൾ ധാരാളമാണ്. കുറച്ച് നേരത്തെ പ്രവർത്തനം ആരംഭിച്ചാൽ അവർ വിജയിക്കുമെന്നോ ഒന്നും ഒരു കണക്കൊന്നുമില്ല. ഇങ്ങനെ അത്രയും അനുഭവങ്ങൾ കേരളത്തിലുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. അങ്ങനെയൊന്നുമല്ല, ജനങ്ങൾ തീരുമാനിക്കും. ജനങ്ങളുടെ കയ്യിലാണ്, ജനങ്ങളാണ് ശരി, ജനങ്ങളെ ശരിയുള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ശശിയേട്ടൻ ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയതിനെ ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ മറുപടി. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തീരുമാനം വന്നാൽ കോൺഗ്രസ് ഏകകണ്ഠമായ തീരുമാനത്തിൽ അവരുടെ പാർട്ടി തീരുമാനത്തിന്റെ കൂടെ അങ്ങ് നിൽക്കും. അതിൽ എനിക്ക് ആശങ്കയേ ഇല്ല. അതങ്ങനെ തന്നെയാണല്ലോ, അതിലെന്താ സംശയമുള്ളത്? അപ്പൊ പാലക്കാട് ഒറ്റപ്പാലം നിയോജകമണ്ഡലത്തിൽ വലിയൊരു ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് വിജയിക്കുമെന്നാണോ പറയുന്നത്? വലിയ ഭൂരിപക്ഷമാണോ ചെറിയ ഭൂരിപക്ഷമാണോ എനിക്കറിയില്ല, ജയിക്കും. തീരുമാനത്തിലാണ്. വരും ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചതിന് ശേഷം പാണക്കാട് പോകുന്നുണ്ടായിരുന്നു ഞങ്ങൾ. CCN കടമ്പഴിപ്പുറം.